ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കം. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് മതിയെന്ന നിലപാടിലാണ് SIT. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നാളെ നടക്കും. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, എന്തായാലും നിർണായക നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുകയാണ്. സ്വർണം എത്ര നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് SIT നീങ്ങുകയാണ്. പത്മകുമാറിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്ന എന്ന് തന്നെയാണല്ലേ പ്രതീക്ഷിക്കുന്നത്? അതിൽ തീർച്ചയായും പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കാരണം മുൻ ദേവസ്വം അധ്യക്ഷൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകി വാസുവിനെ കസ്റ്റഡിയിലേക്ക് എടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വാസുവിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമാകും പത്മകുമാറിനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക. നേരത്തെ 2 വട്ടം നോട്ടീസ് അയച്ചപ്പോഴും പത്മകുമാർ ഹാജരാകാതെ ചില കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകുന്നത് ഈ ചോദ്യം ചെയ്യുന്നത് ഹാജരാകുന്നത് വൈകിപ്പിക്കുകയാണ്. ഏതായാലും ഇനിയും വൈകിപ്പിച്ചാൽ കസ്റ്റഡി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ സഹകരിക്കുകയാണെങ്കിൽ വളരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അതിനുശേഷം ആദ്യഘട്ടം പ്രാഥമിക ചോദ്യം ചെയ്യലായിരിക്കും. അതിനുശേഷം വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പത്മകുമാർ നൽകുന്ന വിവരങ്ങൾ അത് മറ്റ് പ്രതികൾ നൽകിയ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും. അതിൽ കുരുക്കാകുന്ന ഏറ്റവും പ്രധാന തെളിവുകൾ ലഭിച്ചാൽ മാത്രം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ദേവസ്വം പ്രസിഡന്റിനപ്പുറത്തേക്ക് CPM-ന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ CPM പൂർണ്ണ പ്രതിരോധത്തിലാകും. വാസുവിനെ പോലെ ആകില്ല കാര്യങ്ങൾ. അത് വലിയ കുരുക്കായി മാറുകയും ചെയ്യും. ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ വിശദമായ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വരെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കൂട്ടലാണ് അന്വേഷണ സംഘത്തിന്. കോടതിയിൽ ഏറെ വൈകാതെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടി വരും. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ ഹാജരായിരുന്നതുമില്ല. ഇനി SIT-യുടെ അടുത്ത നീക്കം എന്തായാലും നിർണായകമാണ്. പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടിയാണ് നടക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.